ഇന്ത്യയിലെ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കണേ. പലിശ ഈടാക്കുന്നതിൽ നിയമപരമല്ലാത്ത രീതികൾ ബാങ്കുകൾ അവലംബിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ലോൺ എടുത്തിട്ടുള്ള ഉപഭോക്താക്കളിൽ നിന്ന് ഒരു കാരണവശാലും അന്യായമായ രീതികളിലൂടെ പലിശ ഈടാക്കരുതെന്നാണ് RBIയുടെ ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ചില വായ്പാദാതാക്കൾ തുക നൽകിയ തീയതിക്ക് മുൻപ് മുതൽ തന്നെ പലിശ ഈടാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. വായ്പ അനുവദിച്ച തീയതി മുതൽ ലോൺ എടുത്തവരിൽ നിന്ന് പലിശ ഈടാക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുമുണ്ട്. വായ്പാ കരാർ നടപ്പിലാക്കിയ തീയതി മുതൽ പലിശ ഈടാക്കുന്നതാണ് മറ്റു ചില ധനകാര്യ സ്ഥാപനങ്ങളുടെ രീതി. പണം ഈ രീതിയിൽ ഉപഭോക്താക്കൾക്ക് ലഭിച്ചിട്ടുമുണ്ടാകില്ല. ഒന്നോ രണ്ടോ തവണകളിലെ തിരിച്ചടവ് തുക ഇങ്ങനെ അധികമായി വായ്പാദാതാക്കളുടെ കൈവശമെത്തും. വായ്പ വിതരണം ചെയ്ത തീയതി പരിഗണിക്കാതെ അതിനു മുൻപുള്ള ദിവസം മുതൽ പലിശ ഈടാക്കുന്നത് വിവിധ ലോണുകൾ എടുത്തിട്ടുള്ളവർക്ക് അധിക ബാധ്യത വരുത്തും. ഇതാണ് വായ്പ എടുത്തവരുടെ പലിശ നിരക്കുകളും മറ്റ് ഫീസുകളും ബാങ്കുകൾ കണക്കാക്കുന്ന രീതികൾ പരിശോധിക്കണമെന്ന് RBI ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. നിലവിൽ ചില ധനകാര്യ സ്ഥാപനങ്ങൾ അധിക പലിശ വരുമാനം നേടാൻ പല കുറുക്കുവഴികളും സ്വീകരിക്കുന്നുമുണ്ട്. ഇതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് RBIയുടെ ഇടപെടൽ. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാങ്കുകളുടെ സേവനങ്ങളിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ റിസർവ് ബാങ്കിന് നേരിട്ട് നിങ്ങൾക്ക് പരാതിപ്പെടാം. അതിനായി cms.rbi.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനുശേഷം ഫയൽ എ കംപ്ലൈന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് പരാതി നൽകാം.